everyone, welcome back. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ലോ ഓഫ് അട്രാക്ഷന്റെ പാർട്ട് 2 വീഡിയോ ആണ്. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഏറ്റവും കൂടുതൽ അഫർമേഷൻസ് പറയുന്നത് നമ്മുടെ ആഗ്രഹങ്ങളെ പറ്റി ചിന്തിക്കേണ്ടതുമായിട്ടുള്ള ടൈം ഏറ്റവും എഴുന്നേറ്റ് കഴിഞ്ഞുള്ള ആദ്യത്തെ 10 മിനിറ്റും രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പുള്ള ലാസ്റ്റ് 10 മിനിറ്റുമാണ്. ഈ രണ്ട് സമയത്തിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നാണ് ഞാൻ ആദ്യം പറഞ്ഞുകൊണ്ട് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ ബ്രെയിൻ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് ആണ് ആ ഒരു ടൈം. രാവിലെ എഴുന്നേറ്റ് ഉടനെയുള്ള ഒരു 10 മിനിറ്റും രാത്രി ഉറക്കം വന്ന് ഉറക്കത്തിലേക്ക് വീഴുന്ന ആ ഒരു 10 മിനിറ്റും നമുക്ക് നമ്മുടെ റിയാലിറ്റി എന്താണ്, നമ്മുടെ ഡ്രീം എന്താണ്, നമുക്കൊരു സ്വപ്നമാണോ എന്ന് നമുക്കറിയൂട, യാഥാർത്ഥ്യമാണോ എന്ന് നമുക്കറിയൂട, ആ ഒരു പോയിന്റിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം നമ്മുടെ ബ്രെയിൻ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ആ ഓരോ പോയിന്റിലും നമ്മൾ എന്തെങ്കിലും ആ ഒരു ആഗ്രഹത്തിനെ പറ്റി കൂടുതൽ ചിന്തിക്കുകയാണെങ്കിൽ ആ ആഗ്രഹം നടക്കാനുള്ള, അത് മാനിഫെസ്റ്റ് ചെയ്യപ്പെടാനുള്ള, നമ്മുടെ ലൈഫിൽ അത് റിയാലിറ്റി ആയി മാറാനുള്ള ചാൻസ് വളരെ കൂടുതലാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ രാവിലെയുള്ള 10 മിനിറ്റും വൈകുന്നേരം രാത്രിയുള്ള 10 മിനിറ്റും ഇത് കൂടാതെ ഇത് നമ്മൾ എന്തായാലും ചെയ്യേണ്ടതാണ്. ഏതെങ്കിലും ഒരു ആഗ്രഹമുള്ള ഒരാൾ ഇത് നിർബന്ധമായിട്ട് ചെയ്തു പോയാൽ ഉറപ്പായിട്ട് നടക്കുക തന്നെ ചെയ്യും. പക്ഷെ ഇത് കൂടാതെ നമുക്ക് ഓരോ ടൈമിലും നമുക്ക് നമ്മുടെ ബ്രെയിൻ പിന്നെ കൺഫ്യൂസ്ഡ് ആകുന്നത് എപ്പോഴൊക്കെയാണെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ ഇതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നത്, ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് വേറെ ഏതെങ്കിലും ഒരു റൂമിലിരിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം എടുക്കാൻ വേണ്ടി നമ്മൾ ചിന്തിച്ചു. അങ്ങനെ നമ്മൾ നമ്മുടെ റൂമിൽ നിന്ന് എഴുന്നിട്ട് മറ്റൊരു റൂമിലേക്ക് പോവുകയാണ്. ആ റൂമിൽ നമ്മൾ എത്തുമ്പോഴാണ് നമ്മൾ പെട്ടെന്ന് നമുക്ക് എല്ലാവരും ഈ ഒരു സ്റ്റേജിലൂടെ കടന്നു പോയിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. അത് നമ്മൾ എടുക്കാൻ പോയ കാര്യം എന്താണ് എന്ന് നമ്മൾ മറന്നു പോകുന്ന ഒരു സ്റ്റേജില്ലേ. അപ്പം അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അല്ലെങ്കിൽ നമ്മളിപ്പം കിച്ചണിലോട്ടൊക്കെ പോകുമ്പോൾ ഫ്രിഡ്ജ് തുറക്കുമ്പോൾ ഫ്രിഡ്ജിൻ്റെ അകത്ത് നിന്ന് എടുക്കേണ്ടത് എന്തായിരുന്നു എന്ന് നമ്മൾ തന്നെ മറന്നു പോകുന്ന ഒരു സ്റ്റേജില്ലേ. അപ്പം അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരു റൂമിന് ഒരു ഡോറ് തുറന്ന് അടുത്ത റൂമിലേക്ക് പോകും നമ്മുടെ ബ്രെയിൻ ശരിക്കും പറഞ്ഞാൽ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്. നമുക്ക് എന്താണ് റിയാലിറ്റി, നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്, എല്ലാവർക്കും എപ്പോഴും നമ്മൾ ഓരോ തവണ ഒരു ഡോറിൽ നിന്ന് അടുത്ത ഡോറിലേക്ക് മുഴുവൻ ബ്രെയിൻ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലേക്ക് എൻ്റർ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ അടുത്തൊരു അഫർമേഷൻ കൊടുക്കാനും അടുത്തൊരു ആഗ്രഹം ആഗ്രഹിക്കാൻ, അതിനെപ്പറ്റി നമ്മുടെ ആഗ്രഹത്തിനെ പറ്റി കൂടുതൽ ചിന്തിച്ചാൽ അത് മാനിഫെസ്റ്റ് ചെയ്യപ്പെടും എന്നൊരു പൊട്ടൻഷ്യൽ ഉള്ള ഒരു സിറ്റുവേഷൻ ആണത്. അതായത് നമ്മളൊരു ഡോറ് തുറന്ന് അടുത്തൊരു റൂമിലേക്ക് കയറുമ്പോഴേക്കും നമ്മൾ ചിന്തിക്കണം, നമ്മൾ ഈ റൂമിൽ നിന്ന് അടുത്ത റൂമിലേക്ക് കയറാൻ പോകുമ്പോൾ നമ്മൾ ആഗ്രഹം നടന്നു കഴിഞ്ഞു. അതായത് ഞാനിപ്പോൾ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം, എനിക്ക് ഒരു 20 ലക്ഷം രൂപേൻ്റെ കാറ് സ്വന്തമാക്കാൻ ഒരു ആഗ്രഹമുള്ളൊരു വ്യക്തിയാണ് ഞാൻ, നിങ്ങൾ വിചാരിച്ചു. അപ്പം ഞാൻ ഈ റൂമിന് അടുത്ത റൂമിലേക്ക് പോകുമ്പോൾ ഞാൻ മനസ്സിലേക്ക് ചിന്തിക്കുകയാണ്, ഈ റൂമിൽ നിന്ന് അടുത്ത റൂമിലേക്ക് പോകുമ്പോൾ ഞാൻ ആ കാറ് എൻ്റേതായി മാറിക്കഴിഞ്ഞു. ഞാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഫീച്ചേഴ്സുള്ള ആ ഒരു കാറ് എൻ്റെ സ്വന്തമായി മാറിക്കഴിഞ്ഞു. ഞാൻ ആ കാറിൻ്റെ ഉടമസ്ഥയായി മാറിക്കഴിഞ്ഞു എന്നൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് അടുത്ത റൂമിലേക്ക് പോകുമ്പോൾ വരുത്താൻ കഴിയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഇതും നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു റിയാലിറ്റി ആയി മാറിക്കഴിയപ്പെടുമെന്നാണ് പറയുന്നത്. ഇത് നിങ്ങൾ ഓരോ റൂമിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാവണം. അത് ഈ റൂമിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ഞാനൊരു പുതിയ വ്യക്തിയായി മാറിക്കഴിഞ്ഞു. ഇതിപ്പം കാറിൻ്റെ കാര്യം മാത്രമല്ല പറയുന്നത്, നിങ്ങൾക്ക് എന്തൊരു കാര്യമാകും. ഇപ്പം നിങ്ങളൊരു ക്ലാസ്സിൽ നിങ്ങൾ നല്ല രീതിയിൽ മാർക്ക് വാങ്ങാനായിട്ട് ആഗ്രഹമുള്ളൊരു വ്യക്തിയാണെന്ന് വിചാരിച്ചു. ഇപ്പം നിങ്ങൾ അങ്ങനെ ഒന്നും അല്ല നിങ്ങളുടെ റിയാലിറ്റി എങ്കിൽ പോലും നിങ്ങൾ ഈ റൂമിന് അടുത്ത റൂമിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ചിന്തിക്കുകയാണ്, ഈ റൂമിന് അടുത്ത റൂമിലേക്ക് പോകുമ്പോൾ ഞാനൊരു പൂർണ്ണമായ ഒരു ടോപ്പറായി മാറിക്കഴിഞ്ഞു, ഞാനൊരു ടോപ്പറാണ് എന്ന് ഉറച്ച വിശ്വാസം നിങ്ങൾ അടുത്ത റൂമിലേക്ക് പോകുമ്പോൾ ആ ഒരു വിശ്വാസം നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അത് നിങ്ങളുടെ റിയാലിറ്റി ആയി മാറപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതായത് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പലരും ചോദിക്കുന്നത് രാവിലെയും വൈകുന്നേരം ഉറങ്ങുന്നതിന് മുന്നും പിന്നെയുള്ള ആ ഒരു ടൈം മാത്രമേ ഉള്ളൂ നമുക്ക് ആഗ്രഹങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യപ്പെടാനെന്ന് ചോദിക്കും. അത് മാത്രമല്ല, നിങ്ങൾ ഒരു റൂമിൽ നിന്ന് അടുത്ത റൂമിലേക്ക് ഡോർ തുറന്ന് അടുത്ത റൂമിലേക്ക് കയറുന്ന ടൈമും നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങളെ പറ്റി ചിന്തിച്ച് അത് യാഥാർത്ഥ്യമായി എന്ന് ചിന്തിച്ച് നിങ്ങൾക്ക് താങ്ക് യു പറഞ്ഞ് നിങ്ങൾക്ക് ആ ഒരു ഫീലിംഗ്, ആ ഒരു ഇമോഷൻ നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അതും റിയാലിറ്റി ആയി മാറപ്പെടാനും അത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ആ ഒരു ആഗ്രഹവും സാധിക്കാനുള്ള പൊട്ടൻഷ്യൽ വളരെ കൂടുതലാണ്, ചാൻസ് വളരെ കൂടുതലാണ്. നിങ്ങൾ ഓരോ ടൈമും ഇത് പ്രാക്ടീസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരു ദിവസം നിങ്ങൾ എത്ര തവണ ഒരു ഡോറിൽ നിന്ന് അടുത്ത ഡോറിലേക്ക്, ഒരു റൂമിൽ നിന്ന് അടുത്ത റൂമിലേക്ക് കടക്കുന്നുണ്ടാവും. അപ്പോൾ ഓരോ ടൈമും നിങ്ങൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കാൻ, നിങ്ങൾ ആ റിയാലിറ്റി ലൈഫിലേക്ക് സംഭവിച്ചു എന്ന് നിങ്ങൾക്ക് ചിന്ത കൊണ്ടുവരാൻ കഴിയുകയാണെങ്കിൽ അത് ഏറ്റവും ഇറ്റ് വിൽ ബി ദ ബെസ്റ്റ് തിങ് ദാറ്റ് യു ക്യാൻ ഡു ടു യുവർസെൽഫ്. നിങ്ങളുടെ ആഗ്രഹത്തിന് വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മികച്ച കാര്യം. വർക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അത് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. സോ ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് നിങ്ങൾക്ക് മാക്സിമം ട്രൈ ചെയ്തതാണ്. താങ്ക് യു എവ്രി വൺ. താങ്ക് യു ഫോർ വാച്ചിങ്.